ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്ന ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ചക്ക കൊണ്ട് ഒരു വ്യത്യസ്തമായ രീതിയിൽ ഒരു ഇലയപ്പമാണ് ഞാനിവിടെ ആവിയിൽ ഒരു ഇലയപ്പം റെഡിയാക്കുന്നുണ്ട്. ഞാൻ ഗോതമ്പ് പൊടി കൊണ്ടല്ല, ഞാൻ ഗോതമ്പ് പൊടി കൊണ്ട് ഗോതമ്പ് പുട്ട്, ചപ്പാത്തി, പൂരി ഇത്രയും സാധനങ്ങളാണ് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്നത്. ഞാൻ ഇവിടെ വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് ചക്ക കൊണ്ട് ഞാൻ ആവിയിൽ ഇലയപ്പം റെഡിയാക്കുന്നത്. അത് വളരെയധികം സോഫ്റ്റ് ആയിരിക്കും, കാണാനും നല്ല ഭംഗിയാണ്. അത് ഏത് രീതിയിലാണ് ഞാനിവിടെ റെഡിയാക്കണം എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇലയപ്പം ഉണ്ടാക്കണമെന്ന് അറിയില്ല. എല്ലാവരും യൂട്യൂബില് ഇലയപ്പം ഒക്കെ റെഡിയാക്കുന്നുണ്ട്. ഞാൻ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നു. ഇത്രയും ചക്കച്ചുള എടുത്തിട്ടുണ്ട്, ഇത്രയും കോക്കനട്ട് ട്രിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചെറിയ ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കി സാധനങ്ങളൊക്കെ കാണാം. അതെങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. ഓക്കെ, അപ്പം ഞാൻ ഇത് കട്ട് ചെയ്തതിന് ശേഷം തിരിച്ചു വരാം. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയ പീസായിട്ട്. ഇത് 1 കപ്പ് ഷുഗറാണ്. അതിൻ്റെ ബാക്കി ചക്ക ഞാൻ ഇതിനകത്ത് ഒന്ന് ട്രിം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചെറിയ ജീരകം, ഇത് ഏലയ്ക്ക, ഇത് ഇത്രയും കൂടെ ഞാൻ പൗഡറാക്കി കൊണ്ടുവരട്ടെ. ഓക്കെ, പിന്നെ ഇല ഞാൻ വാട്ടി വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ റെഡിയാക്കുമ്പോഴത്തേ ഇത് പൊട്ടിപ്പോകുന്നതിന് ഞാനൊന്ന് ചൂടാക്കി വെച്ചു. ഓക്കെ, ഇനി ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടെ, ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ എടുത്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, ഇപ്പം കട്ട് ചെയ്ത് വെച്ചെടുത്തിട്ടു. കോക്കനട്ട് പൗഡറ്, അല്ല കോക്കനട്ട് ട്രിം ചെയ്ത് വെച്ചിരിക്കുന്നത്, ഷുഗർ ഇട്ടു, അതിലേക്ക് ഏലക്ക, ജീരകം, ചക്ക കട്ട് ചെയ്ത് വെച്ചത്, തേങ്ങ, കോക്കനട്ട്, ജീരകം, ഏലക്ക ഇതെല്ലാം കൂടെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. കപ്പ് റൈസ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. അരിപ്പൊടി എടുത്തിട്ടുണ്ട് 1.5 കപ്പ്. ഓക്കെ, ഇനി വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് മിക്സ് ചെയ്തിട്ട് തിരിച്ചു വരാം. ഇവിടെ വെള്ളം എന്താ തിളയ്ക്കുന്നു. ഗ്യാസ് ഓഫ് ചെയ്തു. തിളച്ച വെള്ളം ഒഴിച്ചു. ഇനി മിക്സ് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, ഇപ്പോൾ ഇതാ മാവ് കുഴച്ചു മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെക്കുകയാണേ. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരാം. ഇതിന് 1 സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ബോളാക്കി തിരിച്ചു വരാം. ഓക്കെ, ഈ അരിമാവിലേക്ക് ഞാൻ ഹാഫ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ടു. ചക്ക കട്ട് ചെയ്ത് വെച്ചത് ഇതിനകത്തും ഹാഫ് ഞാൻ ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ്. ഇത് മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്തതാണ്. അപ്പം ഞാൻ ഈ മാവ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തിരിച്ചു വരാം. ഇതിനകത്ത് ഇപ്പം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, ആവശ്യത്തിന് സാൾട്ട് ചേർത്തിട്ടുണ്ട്. ഇത് റൈസ് മാവാണ്. അപ്പോൾ ഇതിലേക്ക് ഇതെല്ലാം കൂടെ ഒന്ന്, ഈ മാവ് ഇത്രയും ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, ഞാനിവിടെ ഇല വെച്ചിട്ടുണ്ട്. ഇല ഇത് നല്ലതുപോലെ ഒന്ന് വാട്ടിയതാണ്. അപ്പം ഞാനിത് ഗ്യാസിൽ വെച്ച് ഇല നല്ലതുപോലെ ഒന്ന് ചൂടാക്കുകയാണ്. അല്ലെങ്കിൽ പച്ച ഇലയാകുമ്പോഴത്തേക്ക് പൊട്ടിപ്പോകും. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിങ്ങനെ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഇത് തേങ്ങയും ചക്കയും കൂടെ, പഞ്ചസാര, ഏലക്ക, ജീരകം. അപ്പോഴിനി കൈ വെള്ളത്തിലൊന്ന് നനച്ചു. അറിയാൻ വയ്യാത്തവർക്കാണ്, എല്ലാവർക്കും അറിയാൻ വയ്യാത്ത നമ്മുടെ കൊച്ചുകുട്ടികളൊക്കെ കാണുമല്ലോ. ചിലപ്പം വീട്ടില് ആർക്കൊന്നും ജോലി ചെയ്യാനും ഒന്നും സമയം കിട്ടാത്തവരുണ്ട്, പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അവരെയൊക്കെ കാണുന്നെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാനിത് പരിചയപ്പെടുത്തുന്നത്. അരിമാവിലാണ് റെഡിയാക്കുന്നത്. എന്നിട്ട് ഇലയിൽ ഇങ്ങനെ വെച്ചു. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ ലെവൽ ചെയ്ത് നമ്മുടെ കയ്യെ പറ്റാതിരിക്കാൻ വേണ്ടിയാണ്
വെള്ളം തൊട്ടിങ്ങനെ എന്നിട്ട് നമ്മുടെ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിന്റെ മധ്യഭാഗത്ത് വെച്ചു. ഇങ്ങനെയല്ല മടക്കി. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മള് ഇതിന്റെ രണ്ട് സൈഡും നമ്മളിങ്ങനെ മടക്കി എടുക്കുക. എന്നിട്ട് തിരിച്ചിങ്ങനെയും കൂടെ മടക്കണം. ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കി, ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങോട്ടോ, എന്നിട്ട് തിരിച്ചു വിടുന്ന ഇങ്ങനെയും കൂടെ ഒന്ന് മടക്കുക. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ, എല്ലാവർക്കും അറിയാമെങ്കിലും ഞാൻ ഇങ്ങനെ ചെയ്യുന്ന കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് അങ്ങനെ വെച്ചു. വീണ്ടും മാവെടുക്കുക. വെള്ളം തൊട്ടു. മധ്യഭാഗത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഇല മടക്കുന്നു. ഇല മടക്കിയിട്ട് രണ്ട് സൈഡ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടോ ഇങ്ങനെ മടക്കിയിട്ട് തിരിച്ച് ഇങ്ങനെ കൂടെ മടക്കി. ഇത് നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് വെച്ച് ആവിയിൽ വേവിക്കാം. ഓക്കെ, എന്നിട്ട് തിരിച്ചു വരാം. ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതുപോലെ ആക്കിയിട്ട് വരാം. ഇപ്പോൾ മാവിങ്ങനെ വെച്ചു. വെള്ളം തൊട്ടിട്ട് മാവിങ്ങനെ പരത്തണം. അപ്പം നമ്മളിങ്ങനെ ഓരോ തട്ടായിട്ട് ഇങ്ങനെ വെക്കുകയാണ്. ഇതെല്ലാം കൂടെ വെച്ചതിന് ശേഷം ചക്കയിലയപ്പം അങ്ങനെ നമ്മുടെ ഇഡ്ഡലി തട്ടിലേക്ക് വെച്ചു. സ്റ്റീം കൊടുത്തു. നമ്മുടെ ചക്കയിലയപ്പം റെഡിയായിട്ടുണ്ട്. ഇത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഒരു പാത്രത്തിലേക്ക്, ഒരു പ്ലേറ്റിലേക്ക് ചേഞ്ച് ചെയ്യട്ടെ. ഓക്കെ, എന്നിട്ട് തിരിച്ചു വരാം. അങ്ങനെ നമ്മുടെ ഇലയപ്പം കണ്ടല്ലോ, ചക്ക കൊണ്ട് ആവിയിൽ ഞാൻ ഇലയപ്പം റെഡിയാക്കി. അത് വളരെ സോഫ്റ്റ് ആയിരിക്കും. ഇതിന്റെ ഉള്ളിലാണെങ്കിൽ നമ്മള് തേങ്ങാപ്പീരയൊക്കെ വെക്കുന്ന കണക്ക് ഞാൻ, അതായത് ചക്ക ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഏലക്ക, ജീരകം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ്, ഈ തേങ്ങ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഇലയപ്പം ഉണ്ടാക്കി. ഈ ഇലയപ്പം നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് ആർക്കും ഇഷ്ടപ്പെടും. വളരെയധികം സോഫ്റ്റ് ആണ്. എന്നിട്ട് ഗോതമ്പൊടിയൊക്കെ വെച്ചുണ്ടാകുമ്പോൾ കട്ടി പൊടി ഇരിക്കത്തില്ല. ഞാനിതൊന്നും അരച്ചൊന്നും ചേർക്കാതെ നല്ല രീതിയിലാണ് റെഡിയാക്കുക. അപ്പം എല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റാണ്, സോഫ്റ്റ് ആണ്. അപ്പം എല്ലാവർക്കും ഈ ഇലയപ്പം, ആവിയിൽ പുഴുങ്ങുന്ന ഇലയപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.